പിന്നീട് കാണിക്കുന്നത് ആ ഒരു സ്കാർലെറ്റ് ലെറ്റർ എന്ന ഒരു ലൈവ് സ്ട്രീമിങ്ങിലെ രണ്ടാമത്തെ ആളായ ഡൂവിനെയാണ്. അവനവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കാണുകയാണ്. ആ പെൺകുട്ടിയെ കണ്ടാൽ ശരിക്കും ദാമിനെ പോലെ തന്നെയായിരുന്നു. അവനത് കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജിൻമോയുടെ അടുത്തും യോങ്ജുവിൻ്റെ അടുത്തും ചെന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ ദാമിയെ കണ്ടു എന്ന്. യോങ്ജുൻ ഇത് കേട്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ജിൻമോ അവരെ രണ്ടുപേരെ ഇരുന്ന് വഴക്ക് പറയുകയാണ്. യോങ്ജു അന്നേരം ജിൻമോയുടെ അടുത്ത് വന്നിട്ടൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ദാമിക്ക് ഇത്ര പണി കൊടുത്തത്? എന്താണ് നമ്മളോട് ഇത്രയും ശത്രുത? ശരിക്കും അത് ആ ഒരു ഹൻമോനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ജിൻമോ അന്നേരം പറയാണ്, മോനെയോ? അവളിപ്പോൾ ജോലി ചെയ്യുന്നത് പോലും എനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയാ. യോങ്ജു അന്നേരം പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. മോനി ശരിക്കും കൂടെ വർക്ക് ചെയ്യുന്ന കോ ആക്ടേഴ്സിനൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സെലക്ട് ചെയ്യാറുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ അവൾ അഭിനയിക്കുന്ന കോ ആക്ടേഴ്സിനൊക്കെ നിങ്ങളുടെ ഏജൻസിയിലുള്ളവരാണല്ലോ, അതിലെന്തൊരു പൊരുത്തക്കേടുണ്ടല്ലോ എന്ന് പറയാണ്. ജിൻമോ ഈ സമയം നല്ല ദേഷ്യപ്പെട്ടിട്ട് യോങ്ജുൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ വല്ലതും പറയുന്നത് ഞാൻ കേട്ടാൽ നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോവാണ്. യോങ്ജുൻ ഈ ഒരു സമയം മനസ്സിലാവുന്നുണ്ട് ശരിക്കും അവനതൊക്കെ ചെയ്ത് ഹൻമോനിക്ക് വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് ഹൻമോനെയാണ്. ആ ഒരു റൂമിൽ മയങ്ങിക്കിടന്ന അവൾ എണീക്കുമ്പോൾ കാണുന്നത് റാഹിയാണ്. അവൾ കഴിച്ച ഒരു മെഡിസിൻ്റെ ബോട്ടിൽസൊക്കെ നിരത്തി വെച്ചിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് റാഹി. ഈ മരുന്നുകളൊക്കെ കൺസ്യൂം ചെയ്യുന്നത് നിർത്തിയെന്ന് നീ പറഞ്ഞിരുന്നല്ലേ, പിന്നെന്താ ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? എൻ്റെ പെർമിഷൻ ഇല്ലാതെ വെള്ളം പോലും നീ ഇവിടെ കുടിക്കാൻ പാടില്ല. അപ്പോഴാണോ ഞാൻ സമ്മതിക്കാത്ത ഈ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുന്നത്? ഞാനിപ്പോൾ നിൻ്റെ വെറും ഏജൻറ്റ് മാത്രമല്ല, നിൻ്റെ ഗാർഡിയൻ്റെയും നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് വരെ ഉണ്ട് ഞാനിപ്പോൾ. അങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ മോനയുടെ ഫാമിലിയുടെ കാര്യവും റാഹി സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരെയും മോനെ അബ്രോഡ് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വിട്ടത് തന്നെ ആ ഒരു കൊറിയയിൽ ആക്ട്രസ്സായിട്ട് വർക്ക് ചെയ്യുന്ന അവൾക്ക് അവരായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാനായിട്ടായിരുന്നു. റാഹി ഈ സമയം ഒന്ന് ശാന്തമായിട്ട് മോനയുടെ അടുത്ത് നിന്ന് പറയാണ്, നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ രണ്ടല്ല ഒന്നാണ്. നിന്നെ കാണാനായിട്ട് താഴെ ഒരാൾ വന്നിട്ടുണ്ട്. ആ ആൾ എന്തൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചാലും അതിന് നോ പറയേ പാടുള്ളൂ നീ. അവിടെ മോനി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഡോക്ടർ ചായയാണ്. അവർ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് മോനിനെ ക്ഷണിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിൽ ഞാൻ വളരെ ബിസിയാണ്, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ വർക്കൊന്നും എടുക്കുന്നില്ല എന്ന് ഹൻമോനി പറഞ്ഞ് റിജക്റ്റ് ചെയ്യുകയാണ്. അത് കേട്ട് ഇഷ്ടപ്പെടാതെ ഡോക്ടർ ഷാ സ്വന്തം ഹോസ്പിറ്റലിൻ്റെ പേരങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അതേ ഹോസ്പിറ്റലിലായിരുന്നു അബോർഷൻ്റെ കാര്യത്തിന് വേണ്ടി ഭങ്ദാമി എന്ന പേര് പറഞ്ഞിട്ട് ഹൻമോനി ചെന്നിട്ടുണ്ടായിരുന്നത്. ചെന്നതോ ഡോക്ടർ ഷായുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. പോകുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ ഷാ ഹൻമോനിയുടെ വയറിലൊന്ന് തൊട്ടിട്ട് പോവാണ്. ഹൻമോനിയുടെ പാസ്റ്റിനെ പറ്റി എല്ലാം തന്നെ തനിക്ക് അറിയായിരുന്നു എന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടായിരുന്നു ഡോക്ടർ ഷാ അങ്ങനെ ചെയ്തത്. പിന്നീട് ഈവനിങ് ആയി. പൂൾ സൈഡിലേക്ക് തനിയെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മോനി. അന്നേരം അവിടെ അടിച്ച് ഫിറ്റായ യോങ്ജു എത്താണ്. യോങ്ജു അവിടെ ചെന്നിട്ട് ഹൻമോനിയോട് ചെറുതായിട്ട് മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൾ പേടിച്ച് അവിടെ നിന്ന് മാറുമ്പോഴേക്കും യോങ്ജു പറയാണ്, സ്കാർലെറ്റ് ലെറ്റർ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ദൂഹിക്ക് വന്നിട്ട് അവളെ രക്ഷിക്കുകയാണ്. ആ ഒരു 33 വിന്നേഴ്സിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഇവൻ്റ് എന്ന് പറയുന്നത് മോനിയായിട്ടുള്ളൊരു പൂൾ പാർട്ടി ആയിരുന്നു. പാർട്ടി തുടങ്ങുന്നതിന് മുമ്പായിട്ട് റാഹി എല്ലാവരോടുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഈ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ, മാക്സിമം എൻജോയ് ചെയ്തോളൂ. കാരണം ഈ ഒരു ഹോട്ടലിലെ സ്റ്റാഫിനെ ഒക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കൂടാതെ CCTV ഒക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നല്ല ഫ്രീഡം ഈ ഒരു രാത്രി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മോനെ ഇപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മോനയുടെ മനസ്സിൽ. പക്ഷേ അവളെ തന്നെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്, ഇതിപ്പോൾ എനിക്കും കൂടെ എൻജോയ് ചെയ്യാനായിട്ടുള്ള സമയമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർക്കരുത് എന്ന് ഓർക്കുകയാണ്. അതിനുശേഷം എല്ലാവരും അവരുടേതായ രീതിയിൽ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് റാഹിക്കൊരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് മാത്യുവിൻ്റെ ആയിരുന്നു. ഞാൻ അടുത്ത ദിവസം നിങ്ങളിപ്പോൾ ഉള്ള ഒരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട് എന്നായിരുന്നു ആ മെസ്സേജ്. പിന്നീട് നമുക്ക് കാണാം ആ ഒരു പൂൾ പാർട്ടിയിൽ വെച്ച് അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാം. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന പൂളിലെ വെള്ളത്തിൽ പോലും ആ ഒരു ഡ്രഗ്സിൻ്റെ എലമെൻറ്റ് കലർത്തുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണിക്കുന്ന മാത്യുവിനെയാണ്. മാത്യു ഒരു അടച്ച റൂമിലിരുന്നിട്ട് ആ ഒരു 33 പേരുടെ പ്രൊഫൈൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 33 പേരിൽ 29 പേരും സ്കാർലെറ്റ് ലെറ്റർ എന്ന ലൈവ് സ്ട്രീമിംഗ് ചാനലിൻ്റെ മെമ്പറായിരുന്നു. മാത്യു ഈ സമയം സ്വയം പറയാണ്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇഷ്ടം പോലെ എൻജോയ് ചെയ്തോളൂ. പെട്ടെന്ന് തന്നെ ആ ഒരു ഉള്ളിൽ ചെന്ന ഡ്രഗ്സിൻ്റെ എഫക്റ്റ് നിങ്ങളിൽ കാണാൻ തുടങ്ങുന്നതാണ്. നമുക്ക് യോങ്ജുവിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ എന്ന് പറയാണ്. പിന്നീട് ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് യോങ്ജു വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തടയാനായിട്ട് ജിൻമോ ശ്രമിക്കുമ്പം ജിൻമോയെ തള്ളി വെള്ളത്തിലേക്ക് ആ ഒരു പൂളിലേക്ക് ഇടുകയാണ് യോങ്ജു. പിന്നീട് ആ ഒരു സ്കാർലെറ്റ് ലെറ്ററിൻ്റെ വേഷത്തിൽ വന്നിട്ട് ഇന്നത്തെ ദിവസമാണ് ബോബിൾ മരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഹൻമോണിയുടെ അടുത്ത് ചെല്ലുകയാണ്. നമ്മുടെ സംസാരം അവിടെ പൂർത്തിയായിട്ടില്ലായിരുന്നല്ലോ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് റാഹി അവിടെ കൂടി വന്നിട്ട് മോനിയെ ഹെൽപ്പ് ചെയ്യുകയാണ്. അവിടുന്ന് യോങ്ജുവിനെ തള്ളി പൂളിലേക്ക് ഇടുകയാണ് റാഹി. എന്നിട്ട് ആ ഒരു പൂളിലുണ്ടായിരുന്ന ആൾക്കാർ ഫുള്ള് യോങ്ജുവിനെ ഇട്ട് ടോർച്ചർ ചെയ്യുകയാണ്. ആ ഒരു വെള്ളത്തിലിട്ട് ഇങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പോലും അറിയുന്നില്ല യോങ്ജു മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം അനങ്ങാതെ കിടക്കുന്ന യോങ്ജുവിനെ ആദ്യം നോട്ടീസ് ചെയ്യുന്ന റാഹിയാണ്. അവളിത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്യാണ് നിർത്തുന്നത്. അവർ നോക്കുമ്പം യോങ്ജു ശരിക്കും മരിച്ചു പോയിരുന്നു. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. പോലീസിനെ വിളിച്ചു വരുത്തിയാൽ എല്ലാവരും തന്നെ കുടുങ്ങുന്ന മനസ്സിലാവുകയാണ്. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ആരും തന്നെ മുക്കിയത് ഞാനാണ്, അല്ല ഞാനാണ് കുറ്റക്കാരി അല്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരൻ എന്നൊന്നും സമ്മതിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. റാഹി സമയം എല്ലാവരും മിണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു പ്രശ്നം നിൻ്റെയോ എൻ്റെയോ അല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. അതിനെ നമ്മൾ ബുദ്ധിപരമായി നേരിടണം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യോങ്ജുവിൻ്റെ ബോഡി മറവ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് അനുകൂലമാണ്. ഇവിടെ സ്റ്റാഫൊന്നുമില്ല, കൂടാതെ CCTV ഇല്ല. അതേസമയം ദോഹ്യുക്ക് പറയാണ് കുറച്ച് ദൂരം കടലിൽ കടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ പോയി നമുക്ക് ഇവൻ്റെ ബോഡി ഡബ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം എല്ലാവരും അതിന് അഗ്രി ചെയ്തിട്ട് ഒരു ഷിപ്പിൽ എല്ലാവരും അങ്ങോട്ടേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഒരു ബോട്ടിൽ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് മാത്യു ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നൊരു സിഗ്നലും കൂടി കൊടുക്കുകയാണ്. ആ ഒരു ഷിപ്പിലുള്ള എല്ലാവരുടെ അടുത്തും പെട്ടെന്നൊരു ഗ്യാസ് എത്തുകയാണ്. എന്തോ ഒരു ടൈപ്പിലുള്ള ഒരു ഗ്യാസ് മാത്യുവിൻ്റെ അണ്ടറിലുള്ള ആൾക്കാർ ആ ഒരു ഷിപ്പിൽ റിലീസാക്കുകയാണ്. അത് പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒരു ഗ്യാസ് ശ്വസിച്ചതിന് ശേഷം എല്ലാവരും വളരെ സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശപ്പ് അനുഭവപ്പെടുകയും ഫ്രണ്ടിലുള്ള ഒരു ഫുഡ് വളരെ വിയർഡായിട്ടുള്ള രീതിയിൽ കഴിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. പിന്നീട് അവരെല്ലാവരും ആകാശത്ത് ഒരു പ്രത്യേകതരം വെളിച്ചം കാണുകയാണ്. അത് വളരെ മനോഹരമാണല്ലോ എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുമുണ്ട്. അതിനുശേഷം ആ ഒരു ഐലൻഡിലെത്തിയ അവരെ ആണ് കാണിക്കുന്നത്. ആ ഒരു സ്കൈയിൽ വെച്ച് കണ്ട പോലത്തെ വെട്ടവും പിന്നെ യൂണിക്കോൺസിനെ വരെ അവരവിടെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ നോട്ടീസ് ചെയ്യാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്ന ഷിപ്പ് കാണാനായിട്ടില്ല. അത് തന്നെ സെയിൽ ചെയ്ത് പോയതായിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. കാരണം അവർ ശരിക്കും പ്രോപ്പറായിട്ടത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ കരുതുന്നത്. ഹൻമോനെ ആ ഒരു സമയത്ത് ഹോട്ടലിലെ ഏതൊരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞങ്ങളിവിടെ പെട്ടുപോയി, പെട്ടെന്ന് ഇവിടേക്ക് ഒരു ബോട്ട് അയക്കണം എന്ന് പറഞ്ഞിട്ട് ബോട്ട് അയക്കാനായിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ്. അവിടെ നമുക്ക് കാണാം ഡിറ്റക്റ്റീവ് നാമും ആ കൂട്ടത്തിലുണ്ട്. നാം ഒരു പോലീസ് ഓഫീസർ കൂടിയാണല്ലോ. നാം അന്നേരം ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഹോട്ടലിലെ ആൾക്കാരെ വിളിച്ചത്? അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവർ പുറത്ത് പറയില്ലേ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്നൊക്കെ? അപ്പോൾ നമ്മൾ തന്നെയല്ലേ കുടുങ്ങുന്നത്, നീ എന്ത് മണ്ടത്തരായി കാണിച്ചത് എന്ന് ചോദിക്കുകയാണ്. ജിൻമോ സമയം പറയാണ് വരുന്നത് ആരാണെങ്കിൽ പോലും അവരെ ഞാൻ നല്ല രീതിയിൽ പൈസ കൊടുത്ത് ഒതുക്കിക്കോളാം, നമ്മളെപ്പറ്റി ഒരു അക്ഷരം പോലും അവർ പുറത്ത് പറയാതെ ഞാൻ നോക്കിക്കോളാം. ഡോക്ടർ ചാ ആ സമയത്ത് അവിടെയുള്ളൊരു ഗുഹ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ നമുക്ക് ബോഡി മറവ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ആണെങ്കിൽ മൊത്തം കല്ലുകളായിരുന്നു. ആ ഒരു കല്ലുകൾക്കിടയിലായിട്ട് യോങ്ജുവിൻ്റെ ബോഡി എല്ലാവരും മറവ് ചെയ്യുകയാണ്. അതിനുശേഷം ഡോക്ടർ ചാ ഒരു കാര്യം പറയാണ് ഞാൻ ഈ ഒരു ഐലൻഡിനെ പറ്റി ഒരു കാര്യം അറിഞ്ഞു. ഇവിടെയുള്ളൊരു ഹോട്ടൽ സ്റ്റാഫിൻ്റെ വഴി ഞാൻ അറിഞ്ഞതാണ്. ഈ ഒരു ഐലൻഡ് ശാപം കിട്ടിയ ഒരു ഐലൻഡാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗാർഡിയൻ ഇവിടെ ഉണ്ടെന്നും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ അത് വെറുതെ വിടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ഇത് കേൾക്കുന്ന ആരും അങ്ങനെ വലിയ കാര്യമാക്കിയൊന്നും എടുക്കില്ല. ഇന്നത്തെ കാലത്ത് ആരാ ഒരു മോൺസ്റ്റർ ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ? പിന്നീട് അവർ ആ ഒരു ഗുഹയിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നോക്കുമ്പം അവർ ശ്രദ്ധിക്കുകയാണ് ആ ഒരു ഗുഹ മുഴുവൻ വവ്വാലുകളായിരുന്നു. അതെല്ലാം അവരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കുറേ പേർക്കൊക്കെ ആ ഗുഹയിൽ നിന്ന് ആ വവ്വാലുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും കുറച്ച് പേര് ആ ഒരു ഗുഹയിൽ തന്നെ പെട്ടുപോവാണ്. അകത്തുണ്ടായിരുന്ന കുറച്ച് പേരുടെ മേത്തേക്ക് ഒരു കല്ല് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരത് കുറച്ച് പേർ ഉള്ളത് കൊണ്ട് തന്നെ അത് തടഞ്ഞിങ്ങനെ നിർത്തിയേക്കാണ്. ആ കൂട്ടത്തിൽ ജിൻമോയും ഹൻമോനിയും ഒക്കെ ഉണ്ടായിരുന്നു. ജിൻമോയ് സമയം പറയാണ് നമ്മൾ ഹൻമോനിയാണ് ഇവിടെ രക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ആൾക്കാർ ഹൻമോനിയുടെ ഫാൻസ് ആയതുകൊണ്ടാവാം അവരും അതിൽ വലിയ എതിർപ്പൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൻമോനി പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ആ ഒരു കല്ലിൻ്റെ അടിയിൽ നിന്ന്. മോനിക്ക് പുറകെയായിട്ട് അതിൻ്റെ അപ്പുറത്തെ വശത്ത് നിന്ന് റാഹിയും മിസ് ഗോയും ഡോക്ടർ ചായയും ഡോക്ടർ ഡിറ്റക്റ്റീവ് നാമും എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്. പിന്നീട് ആ ഒരു പാറയുടെ അടിയിലായിട്ട് ജിൻമോയും വേറെ 2 ആൾക്കാരുമാണ് വരുന്നത്. ജിൻമോ സമയം പറയാണ് ഞാൻ 1, 2, 3 വരെ എണ്ണും, 3 വരെ എണ്ണിയതിന് ശേഷം നിങ്ങൾ പാറയിൽ നിന്ന് കൈവിട്ട് പുറത്തേക്ക് ചാടേണ്ടതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ 1, 2, 3 എണ്ണാനായിട്ട് തുടങ്ങുന്ന ജിൻമോ 1 എണ്ണി കഴിയുമ്പോൾ തന്നെ അവിടുന്ന് പുറകിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരാളുടെയും കൂടി ആ ഒരു തടഞ്ഞു നിർത്തിയ ആ ഒരു ശക്തി കുറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പാറ നേരെ വന്നിട്ട് ആ ഒരു 2 പേരുടെ മേത്തേക്ക് വീണ് സ്പോട്ടിൽ അവർ മരിച്ചു പോവുകയാണ്.
അതിനുശേഷം ആ ഒരു രക്ഷപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നടന്നിട്ട് കാടിൻ്റെ നടുക്കായിട്ട് എത്തുകയാണ്. അവിടെ വന്നിരുന്ന ആൾക്കാരിൽ ഇപ്പം ഏകദേശം 5 പേര് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഫോൺ എടുക്കുന്ന എല്ലാവരും തന്നെ തിരിച്ചറിയുകയാണ് അവിടെ ഫോണിന് റേഞ്ച് ഒന്നും കിട്ടുന്നില്ല, ഫോൺ ഇപ്പോൾ വർക്ക് ചെയ്യത്തില്ല എന്നുള്ള കാര്യം. ആരെ വിളിക്കാനോ അവരുടെ ഹെൽപ്പ് ചോദിക്കാനോ ഒന്നും സാധിക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയാണ്. ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അവരിയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കുറേ കാട്ടുപന്നികൾ വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് പേരൊക്കെ ആ ഒരു കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ പെട്ടുപോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ആ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തിളങ്ങുന്ന വലിയ പൂക്കളൊക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പെണ്ണ് ഒരു പൂവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൻ്റെ സ്മെല്ല് എന്താണെന്ന് അറിയാനായിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് ആ കുട്ടിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. അവൾ കിടന്ന് ഷൗട്ട് ചെയ്യുകയാണ്, എന്തോ വലിയ കാര്യത്തിൽ സംഭവിച്ച രീതിയിൽ. എല്ലാവരും അവിടെ എത്തി നോക്കുമ്പോഴേക്കും ആ ഒരു പെൺകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അവളുടെ മുഖം പൊള്ളിപ്പോയിട്ട് ഉള്ളതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. അവിടെ നിൽക്കുന്ന അവർ പെട്ടെന്ന് തന്നെ എന്തോ സൗണ്ട്, ആരോ നടന്നു വരുന്നതായിട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, മാസ്ക് ഒക്കെ ഇട്ടിട്ട്. അത് ആരാണെന്നുള്ള കാര്യം അവിടെയുള്ള ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ ആലോചിക്കുകയാണ് ഇത് ആരാണെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സസ്പെൻസും കൂടെ കൊടുത്തിട്ട് ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീനോട് കൂടി ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.